ഹായ് ഓൾ, എൻ്റെ പേര് സിനത്ത്. ഈ ഡിസംബർ 3-നാണ് സൗദി SPLA എക്സാം ഞാൻ എഴുതിയത്. അൽഹംദുലില്ലാഹ് പാസ്സായി. എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഈ മെട്ടുവെഞ്ചർക്ക് ജോയിൻ ആവുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം 10 വർഷമായി ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇനി പഠിക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ്. അപ്പം അങ്ങനെ ഈ ബേസിക് ക്ലാസ് കേട്ട് തുടങ്ങിയപ്പോൾ ആൻഡ്രൂ സാറെ ക്ലാസ് അടിപൊളി ക്ലാസ്സാണ്. എത്ര വർഷമായ ആൾക്കാർക്കും ആൻഡ്രൂ സാറെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും പാസ്സാവാൻ പറ്റും. അത്രയ്ക്കും അടിപൊളി ക്ലാസ്സാണ് സാറെ ക്ലാസ്. പിന്നെ കാൽക്കുലേഷനും ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പം സൗദിക്ക് ഒരുപാട് കാൽക്കുലേഷൻ വന്ന സമയത്ത് എനിക്ക് മാഡം ജെല്ലിമേ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേഷൻ ആണെങ്കിലും അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് സംശയം വരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതൊക്കെ എനിക്ക് ക്ലിയർ ആക്കി തന്നത് ജെല്ലിമയാണ്. മെസ്സേജ് ആയിട്ടും കോളായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ദിവസം 1, 2, 3 ക്ലാസ്സുകളൊക്കെ കേട്ട്, ബേസിക് ക്ലാസ് കേട്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു ബേസിക് ക്ലാസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ജെമിലി മാം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നിരുന്നു, അത് നോക്കിയിരുന്നു. പിന്നെ ക്ലാസിഫിക്കേഷൻസ് ഫാർമക്കോളജിയിൽ ക്ലാസിഫിക്കേഷൻസ് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷനൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് എക്സാമിന് തലേ ദിവസമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഫസ്റ്റത്തെ 2 പാർട്ടായിട്ടാണ്. അതിൽ ഫസ്റ്റത്തെ പാർട്ട് ഞാൻ ഫുൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് അരമണിക്കൂർ ബാക്കിയാണ്. അപ്പോൾ ഞാൻ രണ്ടാമതും ഫുള്ള് നോക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടും ഞാൻ ഫുൾ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു 20 മിനിറ്റിൻ്റെ അടുത്തോളം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ ഏകദേശം ഒരു പകുതിയിലേറെ രണ്ടാമത് നോക്കി. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി എക്സാം എഴുതാൻ പോണവരോട് എനിക്ക് പറയാനുള്ളത്, നല്ലോണം പഠിക്കുക, നല്ലോണം റിവിഷൻ ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏത് ആൻസർ എന്നുള്ളത്. ആ രീതിയിൽ പോയാൽ നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.